ശബരിപാത വൈകുന്നതിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ശബരിപാതയ്ക്കായി ത്രിതല കക്ഷി കരാർ ഒപ്പിടാൻ കേരളത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെ കേരളം ഇതിൽ പ്രതികരിച്ചിട്ടില്ലെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് കേന്ദ്രമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്? കേരളത്തിന് ഈ കഴിഞ്ഞ ബജറ്റിൽ റെയിൽ വികസനത്തിനായി നൽകിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തിയത്. ഈ വാർത്താ സമ്മേളനത്തിൽ ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകവേ സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയം അല്ലെങ്കിൽ കാലതാമസം ഉണ്ടാകുന്ന രീതിയിലുള്ള സമീപനമാണ് ഇത് യാഥാർത്ഥ്യമാകാത്തത് എന്നാണ് അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാണിച്ചത്. ഒരു ത്രികക്ഷി കരാർ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒപ്പിടേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാരും RBIയും ഒപ്പിട്ട ശേഷം ഇത് കേരളത്തിന് അയച്ചു നൽകിയിരുന്നു. എന്നാൽ കേരളം അത് അതേപടി തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഒരിക്കൽ കൂടി ഈ ത്രികക്ഷി കരാറിന്റെ ഭാഗമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കേന്ദ്ര സർക്കാർ കേരളത്തെ സമീപിച്ചു. പക്ഷെ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നീക്കുപോക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. ശബരി റെയിൽപാത വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും സ്ഥലം ഏറ്റെടുക്കലും ഉൾപ്പെടെ പാതി വഴിയിൽ നിലയ്ക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഈ റെയിൽപാത യാഥാർത്ഥ്യമാക്കുവാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വലിയ നീക്കങ്ങൾ ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ വേണ്ട വിധത്തിൽ അതിനെ നോക്കിക്കാണുന്നില്ല എന്ന വിമർശനം ഒരിക്കൽ കൂടി കേന്ദ്ര റെയിൽവേ മന്ത്രി നടത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.